കുറച്ച് നാളായിട്ട് ആഗ്രഹിക്കുന്നതാണ് ബോൾട്ട് ഓഡിയോ എയർബേസ് X50 ഒന്ന് അൺബോക്സ് ചെയ്യണം എന്നുള്ളത്. എന്തായാലും കഴിഞ്ഞ ബിഗ് സേവിംഗ് ഡേയ്സിൽ ഞാൻ 1100 രൂപയ്ക്ക് ഈ ഒരു പ്രോഡക്റ്റ് അങ്ങോട്ട് വാങ്ങിച്ചിട്ടുണ്ട്. ആദ്യം തന്നെ പറയാനുള്ളത് X50 എന്ന് പറയുന്ന സാധനം സെയിം ആണ് ആമസോണിൽ X30. സോ എവിടെയാണ് കാശ് കുറച്ചിട്ട് നമുക്ക് കിട്ടുക അതങ്ങോട്ട് വാങ്ങിക്കാനേ പറയത്തുള്ളൂ. അല്ലാണ്ട് ആമസോണിൽ നിന്ന് വാങ്ങിക്കുള്ളൂ അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ടിൽ നിന്നേ മേടിക്കൂ എന്നുള്ളൊരു വാശി നമ്മൾ പിടിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. എന്തായാലും ഇപ്പോൾ ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ബിഗ് സേവിംഗ് ഡേയ്സ് കഴിഞ്ഞപ്പോഴത്തേക്ക് 1499 രൂപയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ പൂർണ്ണമായും കാണുവാണെങ്കിൽ 1500 രൂപയ്ക്കുള്ളിൽ നമ്മൾ ഈ ഒരു X50 വാങ്ങിച്ചാൽ വർക്ക് ബൈങ് ആകുമോ അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ സവിശേഷതകളെന്നാണ്. എന്തായാലും വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ കൺസിഡർ ചെയ്യുക. കൂടാതെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഫാമിലിയായിട്ടും ഫ്രണ്ട്സുമായിട്ടൊക്കെ ജസ്റ്റ് ഷെയർ ചെയ്ത് ചാനലിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതാണ് നമ്മുടെ എയർബേസ് X50. എന്തായാലും ഫിസിക്കലി നോക്കുവാണെങ്കിൽ ഒരു യുണീക്ക് ഡിസൈൻ ആണ് കേസ്. കൂടാതെ കോമ്പാക്റ്റ് ആണ്, മാറ്റ് ഫിനിഷ് ആണ്. മാറ്റ് ഫിനിഷ് ആയതുകൊണ്ട് തന്നെ നമ്മൾ അത്യാവശ്യം റഫ് യൂസ് ചെയ്താൽ പോലും പെട്ടെന്ന് അങ്ങോട്ട് സ്ക്രാച്ച് ആയി പോകേണ്ട ചാൻസ് വളരെ കുറവാണ്. ബോൾട്ട് ഓഡിയോയുടെ ലോഗോ മുകളിലുണ്ട്, മുന്നിലായിട്ട് 4 LED ഇൻഡിക്കേറ്ററും പിറകിലൊരു ടൈപ്പ് സി പോർട്ടും നമുക്ക് കാണാം. പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയുമ്പോൾ തന്നെ ഇത് വെറും ഒരു കേസ് അല്ല, 400 mAh ബാറ്ററി കപ്പാസിറ്റി ഉള്ള ഒരു പവർ ബാങ്ക് കൂടിയിട്ടാണ്. അപ് ടു 40 hours ആണ് കമ്പനി അവകാശപ്പെടുന്ന ടോട്ടൽ പ്ലേ ടൈം. കൂടാതെ 1.5 hours വേണം 100% ഇത് ചാർജ് ആകാനായിട്ട്. കമ്പനി റെക്കമെൻഡ് ചെയ്യുന്ന ചാർജിങ് അഡാപ്റ്റർ എന്ന് പറയുന്നത് 5V1 ആണ്, അതായത് 5 wattsന്റെ ലോ പവർ അഡാപ്റ്റർ. എന്നാൽ ടൈപ്പ് സി ആയതുകൊണ്ട് തന്നെ നമ്മൾ 10 watts വെച്ച് ചാർജ് ചെയ്താൽ അങ്ങനെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ ചാൻസ് ഇല്ല. കൂടാതെ 10 മിനിറ്റ് നമ്മൾ ജസ്റ്റ് ഒന്ന് ചാർജ് കഴിഞ്ഞാൽ 100 മിനിറ്റ് നമുക്ക് ടോട്ടൽ പ്ലേ ടൈം ഈ ഒരു കേസിൽ നിന്ന് കിട്ടുന്നതാണ്. ഇനി ലിഡ് നമ്മൾ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്ക് ഒരു ലിഡ് ക്വാളിറ്റി എന്ന് പറയുമ്പോഴത്തേക്ക് ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്ക് ഭയങ്കര ഒരു സോളിഡ് ഫീൽ ഒന്നും എനിക്ക് അങ്ങോട്ട് കിട്ടുന്നില്ല. എന്നാൽ പോലും എന്താ പറയുക, ക്ലോസ് ചെയ്യുന്ന സമയത്ത് ഒരു പ്രീമിയം ഫീൽ കിട്ടുന്നുണ്ട്. ഒരു ചീപ്പ് ക്വാളിറ്റി അവിടെ എനിക്ക് അങ്ങോട്ട് കിട്ടുന്നില്ല കേട്ടോ. എന്തായാലും ഈ ഒരു ലിഡ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ഓൾറെഡി ഏത് ഡിവൈസിലാണോ പേരുന്നത് അതിലൊക്കെ ഓട്ടോമാറ്റിക്കലി അങ്ങോട്ട് റീകണക്ട് ആകുന്നതാണ്. ഇനി ഇയർബഡുകളിലേക്ക് വരുവാണെങ്കിൽ ഞാനിപ്പോൾ വാങ്ങിച്ചത് സത്യം പറഞ്ഞാൽ ബ്ലാക്ക് കളറാണ്. ഇതല്ലാണ്ട് വൈറ്റ് കളറിലും അവൈലബിൾ ആണ്. ഇപ്പോൾ നിങ്ങൾ ബ്ലാക്ക് മേടിക്കുകയാണെങ്കിൽ പൊതുവെ ഞാൻ എപ്പോഴും ഈ ഒരു ബോൾട്ടിൽ പറയുന്നതാണ്, നിങ്ങളൊരു പ്യോർ ബ്ലാക്ക് കളർ ഒരു പ്രേമിയാണെങ്കിൽ ഉറപ്പായിട്ടും ഈ ബോൾട്ട് മേടിച്ച് കഴിഞ്ഞാൽ ഡിസപ്പോയിന്റ് ആകും. കാരണം ഇയർബഡുകൾ ഉണ്ടാവും ഒരു 70 അല്ലെങ്കിൽ 80% ഗ്രേ കളറാണ്. ബ്ലാക്ക് എന്ന് പറയുന്നത് ആകെ ഈ സ്റ്റെമ്മിന്റെ ബാക്ക് ഭാഗത്തും അതുപോലെ ആ ഒരു ഇയർ ടിപ്പിൽ മാത്രമാണ്. അതുപോലെ തന്നെയാണ് കേസും. കേസിന്റെ ഉള്ളം ഭാഗം എന്ന് പറയുന്നത് ഫുള്ള് ഗ്രേ കളറാണ്, ആ പുറം ഭാഗം മാത്രമാണ് ബ്ലാക്ക് കളർ നമുക്ക് കാണാൻ പറ്റുന്നത്. സോ നിങ്ങൾക്ക് പ്യുവർ ബ്ലാക്ക് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ അത് ആഗ്രഹിച്ച് വാങ്ങിച്ചെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ ഡിസപ്പോയിന്റ് ആകുന്നുള്ളതിൽ വേറെ ഒരു സംശയമില്ല കേട്ടോ. എന്നാലും എന്നെ സംബന്ധിച്ചുള്ള എനിക്ക് ഇഷ്ടപ്പെട്ടു ഈ ഒരു ബ്ലാക്ക് ആൻഡ് ഗ്രേ കോമ്പിനേഷൻ എന്ന് പറഞ്ഞത്. ഏറ്റവും പിറകിൽ ബോൾട്ടിന്റെ ലോഗോ ഉണ്ട്, കൂടാതെ LED ഇൻഡിക്കേറ്ററും മൈക്കും ഒക്കെ നമുക്ക് ഇവിടെ കാണാം. അത്യാവശ്യം നല്ല ലൈറ്റ് വെയിറ്റ് ആണ് ഇയർബഡ്, പ്ലാസ്റ്റിക് മെറ്റീരിയൽ കൊണ്ട് തന്നെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. 10mm ഡൈനാമിക് ഡ്രൈവേഴ്സോട് കൂടിയിട്ടാണ് ഈ 2 ഇയർബഡ് നമുക്ക് ലഭ്യമാകുക. കൂടാതെ സിംഗിൾ പ്ലേ ടൈം എന്ന് പറയുമ്പോഴത്തേക്ക് 8 hours ആണ് കമ്പനി പറഞ്ഞത്. 100% ചാർജ് ആകാനായിട്ട് 1 മണിക്കൂറും വേണം. ഇനി ആ ഒരു വെയറിംഗ് കംഫർട്ടൊക്കെ പറയുവാണെങ്കിൽ വളരെ കംഫർട്ടബിൾ ആയിട്ട് എൻ്റെ ചെവിയിൽ അങ്ങോട്ട് ഇരിപ്പുണ്ട്. അത്യാവശ്യം നല്ല രീതിക്ക് പാസീവ് നോയ്സ് ക്യാൻസലേഷൻ ഒക്കെ വർക്കൗട്ട് ആവുന്നുണ്ട്. സോ ക്രൗഡ് ആയിട്ടുള്ള പ്ലേസിൽ പോയിട്ട് നമ്മൾ പാട്ട് കേൾക്കുക, ഒരാൾ സംസാരിക്കുക അല്ലെങ്കിൽ മൂവീസ് ഒക്കെ കാണുന്ന സമയത്തും ഭയങ്കര വലിയ ഡിസ്റ്റർബൻസ് ഒന്നും ഉണ്ടാവാനായിട്ട് ചാൻസസ് വളരെ കുറവാണ്. ഇയർബഡിന്റെ ലോഗോ ഉണ്ട്, ആ ഒരു ഭാഗത്തായിട്ടാണ് നമ്മുടെ ടച്ച് സെൻസേഴ്സ് എന്ന് പറയുന്നത്. അത്യാവശ്യം നല്ല സെൻസിറ്റീവ് ആണ്, അതിൽ നിന്ന് വേറൊരു സംശയമില്ല. ബേസിക് ടച്ച് കൺട്രോൾസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ വലുതിലാണെങ്കിലും ഇടതിലാണെങ്കിലും ജസ്റ്റ് ഒരു 1 ടാപ്പ് ചെയ്യുകയാണെങ്കിൽ കോൾ എടുക്കാനും കോൾ കട്ട് ചെയ്യാനും മ്യൂസിക് പ്ലേ ചെയ്യാനും അതുപോലെ തന്നെ പോസ് ചെയ്യാനും സാധിക്കും. കൂടാതെ വലുതിൽ നമ്മൾ ഡബിൾ ടാപ്പ് ചെയ്യുവാണെങ്കിൽ നെക്സ്റ്റ് ട്രാക്കിലേക്കും, ഇടതിൽ നമ്മൾ ഡബിൾ ടാപ്പ് ചെയ്യുവാണെങ്കിൽ അതങ്ങോട്ട് പ്രീവിയസ് ട്രാക്കിലേക്കും പോകുന്നതാണ്. കൂടാതെ വലുതിൽ നമ്മൾ ട്രിപ്പിൾ ടാപ്പ് ചെയ്യുമ്പോഴത്തേക്ക് വോളിയം അപ്പ് ആവും, ഇടതിൽ നമ്മൾ ട്രിപ്പിൾ ടാപ്പ് ചെയ്യുമ്പോഴത്തേക്ക് കണ്ടോ വോളിയം ഡൗൺ ആവും. ഇനി 4 പ്രാവശ്യം നമ്മൾ വലുതിൽ ചെയ്യുവാണെങ്കിൽ ഇതിനകത്തുള്ള ആ ഒരു മ്യൂസിക് മോഡ്സ്, റോക്ക് മോഡ്, ബേസ് ബൂസ്റ്റ് പ്ലസ് ഹൈഫൈ മ്യൂസിക്, അതിങ്ങനെ മോഡ്സ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അതല്ല ഇടതിൽ നമ്മൾ 4 പ്രാവശ്യം ടാപ്പ് ചെയ്യുവാണെങ്കിൽ ഇതിനകത്തുള്ള 45 ms ലോ ലേറ്റൻസി മോഡ് അങ്ങോട്ട് ഓടാവും. കൂടാതെ വീണ്ടും ഒന്നുകൂടി 4 പ്രാവശ്യം ടാപ്പ് ചെയ്യുവാണെങ്കിൽ മ്യൂസിക് മോഡിലേക്ക് അങ്ങോട്ട് ചേഞ്ച് ഓവർ ആവും. അതുപോലെ തന്നെ ടാപ്പ് ആൻഡ് ഹോൾഡ് നമ്മൾ വലുതിലാണെങ്കിൽ ഇടതിലാണെങ്കിൽ ചെയ്യുവാണെങ്കിൽ വോയിസ് അസിസ്റ്റൻസ് അങ്ങോട്ട് വർക്കൗട്ട് ആവുന്നതാണ്. ഇപ്പോൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ബോൾട്ട് ഓഡിയോ എയർബേസ് X50 നിന്നും ലഭ്യമാകുന്ന ആ ഒരു മൈക്ക് ക്വാളിറ്റിയാണ്. ഇൻഡോറിനകത്ത് ക്വാഡ് മൈക്ക് വിത്ത് ENC ആണ്, അതായത് ഓരോ ഇയർബഡിലും നമുക്ക് 2 മൈക്ക് ഉണ്ട്. സോ അതുകൊണ്ട് തന്നെ ഒരു കോളിംഗ് പേർപ്പസിന് വേണ്ടി നമ്മൾ ഈ ഒരു X50 വാങ്ങിച്ചാൽ അത് വർക്ക് ബൈങ് ആകുമോ? ഇപ്പൊ കേൾക്കുന്ന ഒരു ഔട്ട്പുട്ട് ഉണ്ടല്ലോ, അത് തന്നെയാണ് നിങ്ങൾ ഒരാളെ വിളിക്കുമ്പോഴത്തേക്ക് അവർക്കും കേൾക്കാൻ പറ്റുക. എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് വീഡിയോയുടെ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. ഇനി ഇതിന്റെ മ്യൂസിക് ക്വാളിറ്റിയിലേക്ക് വരണമെങ്കിൽ ഇതിൽ SBC AAC കോഡൊക്കെ ഉണ്ട്. AAC കോഡൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ 100% പാട്ടാൽ പോലും ഓൾമോസ്റ്റ് എല്ലാ പാട്ടുകളും യാതൊരുവിധ ഡിസ്ട്രാക്ഷൻസും അതായത് പതർച്ച ഇല്ലാണ്ട് കേൾക്കാൻ പറ്റും കേട്ടോ. കൂടാതെ ഇതിൽ ആ ഒരു EQ മോഡ്സ്, റോക്ക് മോഡ്, അതുപോലെ തന്നെ ബേസ് ബൂസ്റ്റ് മോഡ്, കൂടാതെ ഹൈഫൈ മ്യൂസിക് മോഡ്. നമ്മളിത് പെയർ ചെയ്തിട്ട് ആദ്യം കേൾക്കുന്ന സമയത്ത് ഇതിൽ റോക്ക് മോഡ് ആയിരിക്കും ഡീഫോൾട്ട് ആയിട്ട് വരുന്നത്. എന്നാൽ നിങ്ങൾ 4 ടാപ്പ് വലുതിൽ ചെയ്യുവാണെങ്കിൽ അതങ്ങോട്ട് ബേസ് ബൂസ്റ്റിലോട്ട് അങ്ങോട്ട്
മാറും. ബേസ് ബൂസ്റ്റ് എന്ന് പറയുമ്പോൾ തന്നെ ഇതിനകത്ത് ഒരു ബൂമെക്സ് ടെക്നോളജി എന്നൊരു സംഭവമുണ്ട്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല റിച്ച് ഒരു ബേസ് ക്വാളിറ്റിയാണ് എനിക്ക് അങ്ങോട്ട് ഫീൽ ചെയ്തത്. നിങ്ങളൊരു ബേസ് ലവർ ആണെങ്കിൽ ഉറപ്പായിട്ടും ഡിസപ്പോയിൻറ്റഡ് ആവത്തില്ല എന്നുള്ളതിൽ വേറൊരു സംശയമില്ല. ഇഷ്ടപ്പെടും. അത്രയ്ക്ക് നല്ലൊരു എനിക്ക് ആ ഒരു റിച്ച് ഫീൽ കിട്ടിയിട്ടുള്ളതാണ്. കൂടാതെ വീണ്ടും 4 ടാപ്പ് ചെയ്യുമ്പോഴത്തേക്ക് ഹൈഫൈ മ്യൂസിക് എന്നൊരു സംഭവം ഉണ്ടാവും. ഹൈഫൈ മ്യൂസിക് എന്ന് പറയുമ്പോഴത്തേക്ക് ബാലൻസ്ഡ് ആയിട്ടുള്ള ഔട്ട്പുട്ടാണ്. അപ്പോൾ തന്നെ അതുകൊണ്ട് തന്നെ നിങ്ങളിപ്പോൾ സ്റ്റീരിയോ ഔട്ട്പുട്ട് ഇഷ്ടപ്പെടുന്ന ആളാണെങ്കിൽ റോക്ക് മോഡിലേക്ക് പോകാം. അതല്ല നിങ്ങൾക്ക് ബേസ് ആണ് ഇഷ്ടപ്പെടുന്നെങ്കിൽ ഉറപ്പായിട്ടും ആ ഒരു ബേസ് ബൂസ്റ്റ് മോഡിലേക്ക് പോകാം. കൂടാതെ ബാലൻസ്ഡ് ആയിട്ടുള്ള ഔട്ട്പുട്ട് ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ഉറപ്പായിട്ടും ആ ഒരു ഹൈഫൈ മ്യൂസിക്കിലേക്ക് പോകാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏതൊരു ടൈപ്പ് മ്യൂസിക് നിങ്ങൾ ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ പോലും ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങിക്കുന്നതിൽ ഒരു പ്രശ്നമില്ലെന്ന് ഞാൻ അങ്ങോട്ട് പറയത്തുള്ളൂ കേട്ടോ. എന്തായാലും മ്യൂസിക് ക്വാളിറ്റിയുടെ കാര്യത്തിൽ പെർഫെക്റ്റ് ആണ് ഈ ഒരു X50. ബ്ലൂടൂത്ത് വേർഷൻ 5.1 അതുപോലെ തന്നെ ബ്ലൂടൂത്ത് റേഞ്ച് എന്ന് പറയുന്നത് 10 മീറ്ററാണ്. കൂടാതെ IPX5 ഒരു വാട്ടർ ആൻഡ് സെറ്റ് പ്രൊട്ടക്ഷൻ ഉണ്ട്. അത്യാവശ്യം ഡ്രസ്സിലെങ്കിലും അല്ലെങ്കിൽ വർക്കൗട്ടൊക്കെ ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ഇത് ഉപയോഗിച്ചാലും അങ്ങനെ വലിയ പ്രശ്നങ്ങളെ ഉണ്ടാവാൻ ചാൻസ് ഇല്ല. IPX5 എന്ന് പറയുമ്പോഴത്തേക്ക് ഹെവി റെയിനിൽ പോലും നമുക്കിത് ഉപയോഗിക്കാം. എന്നാൽ വാട്ടർ ഡാമേജ് വന്നു കഴിഞ്ഞാൽ 1 വർഷം വാറണ്ടി ഉണ്ടെങ്കിൽ പോലും നമുക്ക് വാറണ്ടി ക്ലെയിം ചെയ്ത് കിട്ടത്തില്ല. കൂടാതെ നമ്മൾ ഈ ഒരു പ്രോഡക്റ്റ് അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ അങ്ങോട്ട് പോയിട്ട് രജിസ്റ്റർ ചെയ്യുവാണെങ്കിൽ നമുക്ക് 3 മാസം കൂടി എക്സ്ട്രാ വാറണ്ടി എക്സ്റ്റൻഡ് വാറണ്ടി കിട്ടുക. അതുകൊണ്ട് തന്നെ 15 മാസം നമുക്ക് വാറണ്ടി ഇതിൽ ഈ ഒരു ബോൾട്ട് ഓഡിയോയിൽ കിട്ടുന്നതാണ്. ഇത് നമ്മുടെ കോമ്പാക്ട് മോഡ്, അതായത് 45 ms ലോ ലേറ്റൻസി മോഡ് പബ്ജി പോലുള്ള ഗെയിമുകൾ കളിക്കുമ്പോൾ എന്തുമാത്രം ആക്യുറേറ്റ് ആണെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാവേ. ഞാൻ എപ്പോഴും ചെയ്യുന്ന പോലെ സ്പ്രേ ചെയ്തിട്ട് കൈ എടുക്കുമ്പോഴത്തേക്ക് എന്തുമാത്രം അവർ സൗണ്ട് സസ്റ്റെയിൻ ചെയ്യുന്നത് മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഭയങ്കര വലിയൊരു ഡിലേ ഒന്നും ഇല്ലല്ലേ. സിംഗിൾ ടാപ്പിൽ അത് അറിയുന്നതില്ല. കണ്ടോ, 45 ms അത്യാവശ്യം നല്ല പെർഫെക്റ്റ് ആയിട്ട് കളിക്കാൻ പറ്റുന്നുണ്ടല്ലേ. പിന്നെ ഞാൻ എപ്പോഴും പറഞ്ഞ പോലെ തന്നെ നിങ്ങളൊരു പ്രോ പ്ലെയർ ആണെങ്കിലാണ് ചെറിയ ഡിലേകൾ ഇതുപോലെ അനുഭവിക്കാൻ എന്താ പറയുക ഫീൽ ചെയ്യുന്നത്. മറ്റുള്ളത് സത്യം പറഞ്ഞാൽ ഡിലേ ഉണ്ടെങ്കിലും നമ്മളത് കൂടുതൽ അങ്ങോട്ട് മനസ്സിലാവത്തില്ല. ശ്രദ്ധിച്ചാൽ മാത്രമേ മനസ്സിലാവത്തുള്ളൂ, അല്ലെങ്കിൽ നമ്മളങ്ങ് കളിച്ചു പോകും. അതാണ് പൊതുവേ നടക്കാറുള്ളത് കേട്ടോ. പിന്നെ നിങ്ങൾ പ്രോ പ്ലെയർ ആണ് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അത്യാവശ്യം നിങ്ങൾ എപ്പോഴും ഇത് വെച്ച് കളിക്കുന്നവരാണെങ്കിൽ ബ്ലൂടൂത്ത് ഇയർഫോൺ യൂസ് ചെയ്യാണ്ട് ഒരു വയേർഡ് ഇയർഫോൺ യൂസ് ചെയ്യുന്നതാണ് കുറച്ച് ബെറ്റർ ആയിട്ടുള്ളത്. അതാകുമ്പോൾ നിങ്ങൾക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് കളിക്കാനൊക്കെ പറ്റും. പിന്നെ ഈ ഒരു പ്രോഡക്റ്റ് വെച്ചിട്ട് വീഡിയോസ് കാണുന്ന സമയത്ത് ഇന്റേണൽ ആയാലും എക്സ്റ്റേണൽ പ്ലെയറിലായാലും അതല്ല യൂട്യൂബിലാണെങ്കിലും നല്ല പെർഫെക്റ്റ് ആയിട്ടൊക്കെ ലിപ്സിംഗ് ഒക്കെ കിട്ടുന്നുണ്ട്. പിന്നെ ലോ ലേറ്റൻസി മോഡ് ഓൺ ആക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇൻ കേസ് ലിപ്സിംഗ് നോർമൽ മോഡിൽ കിട്ടിയില്ലെങ്കിൽ പോലും അവിടെ അങ്ങോട്ട് വരുമ്പോഴത്തേക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് അവിടെ ആ ഒരു വീഡിയോസ് കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഈ ഒരു ബോൾട്ട് ഓഡിയോ എയർബേസ് X50നെ കുറിച്ചിട്ട് എനിക്ക് നിങ്ങളുടെ ഷെയർ ഉണ്ടായിരുന്ന കാര്യങ്ങൾ. 1499 രൂപയ്ക്ക് നമ്മളിത് വാങ്ങിച്ചാൽ വർത്ത് ബൈങ് ആകോ ഇല്ലയോ എന്ന് നിങ്ങളോട് ചോദിക്കുകയാണെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും പറയും 1499 രൂപയ്ക്ക് കുഴപ്പമില്ല. കാരണം നിങ്ങൾ ഓൾറെഡി ആ ഒരു മൈക്ക് ക്വാളിറ്റി കേട്ട് കഴിഞ്ഞു. കോളിംഗ് പർപ്പസിന് വേണോ വേണ്ടയോ എന്നുള്ളത് ഡിസിഷൻ അത് വെച്ചിട്ട് എടുക്കുക. കൂടാതെ മ്യൂസിക് ക്വാളിറ്റിയുടെ കാര്യത്തിൽ ഞാൻ പറയണത് നിങ്ങൾക്കിപ്പോൾ പല സമയത്ത് ഇപ്പം നമ്മൾ ബേസ് ലവർ ആണെങ്കിൽ പോലും നമുക്ക് പല സമയത്തും പല മൂടായിരിക്കും. ഇപ്പോൾ ചില സമയത്ത് നമുക്ക് അത്രയും ബേസ് ഡോമിനേറ്റഡ് ആയിട്ട് കേൾക്കണം എന്നൊരു ആഗ്രഹം ഇല്ലെങ്കിൽ ഉറപ്പായിട്ടും ട്രിബിൾ കുറച്ച് എന്താ പറയുക ഡോമിനേറ്റഡ് ആയിട്ട് കേൾക്കണമെന്നുണ്ടെങ്കിൽ അപ്പോൾ ആ സമയത്ത് അതിലേക്ക് പോകാം. ഇനി നല്ല ബേസ് നല്ല ആഗ്രഹമുണ്ട് അതിലോട്ട് കേൾക്കണമെങ്കിൽ ആ ഒരു മോഡിലേക്ക് പോകാം. സോ അങ്ങനെ മോഡുകൾ ചേഞ്ച് ചെയ്ത് നമുക്ക് പാട്ട് കേൾക്കണം എന്നൊരു ആഗ്രഹം. അതുപോലെ തന്നെ പിന്നെ ഗെയിം ഓക്കെയാണ്, നമുക്ക് അത്യാവശ്യം നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് ഗെയിം കളിക്കണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു പ്രോഡക്റ്റിലേക്ക് പോകുന്നതിൽ വേറെ ഒരു പ്രശ്നവുമില്ല. 1099 രൂപയ്ക്ക് കിട്ടുന്നെങ്കിൽ കണ്ണും പൂട്ടി വാങ്ങിച്ചോളൂ കേട്ടോ. നിങ്ങൾക്ക് വേറെ ഒരു ഇഷ്യൂസും ഉണ്ടാവാൻ ചാൻസ് ഇല്ലെന്ന് ഞാൻ അങ്ങോട്ട് പറയത്തുള്ളൂ. ഞാൻ ഈ പറയുന്നതൊക്കെ തന്നെ എൻ്റെ കയ്യിലിരിക്കുന്ന ഈ ഒരു X50യുടെ അടിസ്ഥാനത്തിലാണ്. മറ്റുള്ള ഇയർബഡുകൾ അല്ലെങ്കിൽ മറ്റുള്ള പീസുകളിൽ എന്താണ് സംഭവം എന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഞാൻ പറയണത് എന്തായാലും ഈ ഒരു X50 എൻ്റെ കയ്യിലിരിക്കുന്ന ഈ ഒരു X50യുടെ അടിസ്ഥാനത്തിലാണ്. ഉറപ്പായിട്ടും ഈ ഒരു വീഡിയോ കൊണ്ട് നിങ്ങൾക്ക് കുറച്ചെങ്കിലും ഇൻഫോർമേഷൻ ലഭ്യമായി എന്ന് വിശ്വസിക്കുന്നു. കൂടാതെ നമ്മുടെ ചാനൽ അൺബോക്സ് ചെയ്ത ഈ ഒരു X50 നിങ്ങൾക്ക് വേണമെങ്കിൽ ഇൻസ്റ്റയിലുള്ള DeepZstore എന്ന് പറഞ്ഞാൽ ഞാൻ മേടിച്ചതിനേക്കാളും കാശ് കുറച്ചിട്ട് അവിടെ നിന്ന് നിങ്ങൾക്ക് വാങ്ങിക്കാം. അതുപോലെ തന്നെയാണ് വാച്ച് സ്ട്രാപ്പുകൾ ഇയർബഡുകളുടെ കേസസ് എല്ലാം തന്നെ അവിടെ അവൈലബിൾ ആണ്. മറ്റുള്ള എല്ലാ ഇ-കൊമേഴ്സ് വെബ്സൈറ്റിൽ കിട്ടുന്നതിനേക്കാളും കാശ് കുറച്ചിട്ട് വാങ്ങിക്കാവുന്നതാണ്. എന്തായാലും ഇവിടെ വെച്ചിട്ട് ഞാൻ ഈ ഒരു വീഡിയോ കൺക്ലൂഡ് ചെയ്യുവാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ഫാമിലിയായിട്ടും ഫ്രണ്ട്സുമായിട്ട് ജസ്റ്റ് ഷെയർ ചെയ്യുക. കൂടുതൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. ഇനി സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുമ്പോഴേക്കും ബൈ.